സോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, സോറി, ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെ എൻ്റെ പേര് ഹാൻ, പറഞ്ഞിട്ടുണ്ടാവും, ഹാൻ ജോസഫ്. ഞാൻ ഐസർ പൂനെയിൽ തേർഡ് ഇയർ ആയിട്ടില്ല, തേർഡ് ഇയറിലേക്ക് ആവാൻ പോകുന്നു. മേജർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫിസിക്സ് ആണ്. അതിൻ്റെയൊക്കെ കാര്യം പറഞ്ഞുതരാം. മേജർ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. സ്ഥലം വയനാട്. പിന്നെ അമിത് സാറ് ഞങ്ങൾ വരാൻ നേരത്ത് പറയുന്നുണ്ടാവും, ഞങ്ങൾ ഐസർ കിട്ടണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വന്നവരാണ്. അപ്പം ജസ്റ്റ് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഐസർ തന്നെ വരണം എന്ന് ഇത്ര ആഗ്രഹം? ജസ്റ്റ് എന്തെങ്കിലും ഒരു റിസർച്ച് ചെയ്യാം. ഓക്കെ ഫൈൻ. എന്തുകൊണ്ട് ലൈക്ക് റിസർച്ച്? ഓക്കെ ഫൈൻ. ഏത് സബ്ജക്ട് ചെയ്യാനാണ് താല്പര്യം? പറഞ്ഞേ. അല്ല, അങ്ങനെയൊന്നുമില്ലേ? ഏതെങ്കിലും ഒരു സബ്ജക്ട് നേരത്തെ മനസ്സിലുണ്ടാവുമല്ലോ. ബയോളജി. എല്ലാവരും ബയോളജിക്കാരാ? ഫിസിക്സ് ആരും ഇല്ല? ഉണ്ടാ? ഓ, അടിപൊളി. അപ്പോ ഒരു സബ്ജക്റ്റിലേക്ക് നിങ്ങൾ റിസർച്ച് ചെയ്യാൻ വരികയാണ്. അപ്പോൾ ഐസറിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ നിങ്ങൾക്ക് ഏകദേശം അറിയാമായിരിക്കുമല്ലോ, എങ്ങനെയാണ് കോഴ്സ് വർക്കുകൾ സംഭവിക്കുന്നത്. ആദ്യത്തെ 2 വർഷം എല്ലാ സബ്ജക്ട്സും പഠിക്കണം, പിന്നെയാണ് നമ്മൾ മേജറിലേക്ക് മാറുക, അല്ലേ? അപ്പോൾ അവിടെ റിസർച്ച് ചെയ്യണം എന്ന് പറഞ്ഞു വരുന്ന ഒരു കുട്ടിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അവരുടെ ഫ്രണ്ടിൽ വരുന്നത് വെച്ചാൽ, വാട്ട് ഈസ് സയൻസ്? എന്താണ് സയൻസ്? ഫോർ മീ അറ്റ്ലീസ്റ്റ്, ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചു വരുമ്പോഴും ഈവൻ ഡ്രോപ്പ് ഇയർ എടുത്ത സമയത്തും സയൻസ് എന്ന് പറയുന്നത് ഫോർ മീ ഇറ്റ് വാസ് ജസ്റ്റ് ഫാക്ട്സ്, മാത്സ്, പിന്നെ റിസൾട്ട്സ്, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ വാട്ട് ഈസ് സയൻസ് ബിയോണ്ട് ദാറ്റ്? എനി ആൻസർ? പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഞാന് അതിപ്പം നേരത്തെ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ തന്നെയാണല്ലോ. എന്താണ് സയൻസ്? മച്ച് ബെറ്റർ ആൻസർ. ബട്ട് യു ക്യാൻ ഈവൻ ബിൽഡ് അപ്പോൺ ദാറ്റ്. അതിനെക്കാട്ടും കുറച്ചും കൂടി ഒന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. സി, റോങ് ആൻസേഴ്സ് ആർ അക്സെപ്റ്റബിൾ ഇൻ സയൻസ്. തെറ്റ് പറഞ്ഞാലും അത് തിരുത്തുക എന്നാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന പരിപാടി. ഞാൻ എൻ്റെ ഒരു ഐഡിയ പറയും. ഓരോരുത്തർക്ക് വേരി ചെയ്യും ഈ ഒരു ഐഡിയ, പക്ഷെ എൻ്റെ ഒരു ഐഡിയ പറയും. ഫോർ മീ സയൻസ് ഈസ് എ പ്രോസസ്. സയൻസ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സയൻസ് ഇസ് ജസ്റ്റ് എ ടൂൾ. സയൻസ് പറയുന്നതാണ് ശരി എന്നല്ല നമ്മൾ പറയുക. അതിനകത്ത് തെറ്റുകളുണ്ടാവും, ചെറിയ തെറ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ന്യൂട്ടൺ പണ്ട് 1600 കാലഘട്ടത്തിലൊക്കെ ഗ്രാവിറ്റേഷൻ തിയറി കൊണ്ടുവന്നല്ലോ. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളായിരുന്നു. ഓർബിറ്റ്സ് ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. മൂൺ എന്തുകൊണ്ടാണ് ഭൂമിയും ചുറ്റും കിടന്ന് കറങ്ങുന്നതെന്ന് പറയാൻ പറ്റി. പക്ഷെ സ്റ്റിൽ ഇറ്റ് ഹാസ് ഫ്ലോസ്, റൈറ്റ്? കുറേയൊക്കെ ഫിനോമിനാസ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, മെർക്കുറിന്റെ ഓർബിറ്റ് ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് ഭയങ്കര എക്സെൻട്രിസി കൂടിയൊരു ഓർബിറ്റാണ് മെർക്കുറിന്റെ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു 300 വർഷം കഴിയേണ്ടോ, ഐൻസ്റ്റൈൻ വരണ്ടോ, ഐൻസ്റ്റൈൻ്റെ ജനറൽ റിലേറ്റിവിറ്റി കൊണ്ടുവരണ്ടോ. അപ്പൊ നമ്മളിവിടെ പറയുന്നത് ന്യൂട്ടന്റെ തിയറി തെറ്റാണെന്നാണോ? അല്ല, ഇറ്റ് വാസ് ആപ്ലിക്കബിൾ ഫോർ സം പാർട്സ്. പക്ഷെ നമുക്കത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചായിരുന്നെങ്കിൽ ഇത് വരുമായിരുന്നോ? ജനറൽ റിലേറ്റിവിറ്റി വരുമായിരുന്നു ഇല്ല. സോ സയൻസ് ഇസ് എ പ്രോസസ്. അവിടെ നിന്ന് ന്യൂട്ടന്റെ തിയറി ഓഫ് ഗ്രാവിറ്റേഷനിൽ നിന്ന് ഐൻസ്റ്റൈൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി വരെ എത്തുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ലൈക്ക് പ്രോപ്പർ സയൻസ്, ഫോർ മീ അറ്റ്ലീസ്റ്റ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഞാൻ സ്കൂൾ ലൈഫ് കഴിഞ്ഞ് ഡ്രോപ്പ് ഇയർ ഒക്കെ എടുത്ത് ഐസറിലെത്തിയതിന് ശേഷമാണ് ശരിക്കും ഇത് ഒന്ന് മനസ്സിലാക്കി എത്തിയത്. അത്രയും കാലം എനിക്ക് മനസ്സിലായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സയൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫാക്ട്സ്, പിന്നെ ഇക്വേഷൻസ്, റിസൾട്ട്സ്, ആപ്ലിക്കേഷൻസ്, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ അങ്ങനെ ആവരുത്, അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ ഉള്ള ഒരു റിസർച്ചർ വോണ്ട് ബി എ ഗുഡ് റിസർച്ചർ. ഇപ്പം ജനറേറ്റീവ് എ ഒക്കെ വരുന്ന സമയത്ത് നോക്കി കിട്ടി, ഇത് റിസൾട്ട്, അതല്ല ശരിക്കും ഒരു റിസർച്ചർ ചെയ്യുന്നത്. ഭയങ്കര വലിയ മോഡിഫിക്കേഷൻസ് ഒക്കെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ വരും. ഓക്കെ, അതൊക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഐസറിലേക്കുള്ളൊരു ഇത് പറയാം. ഓക്കെ, ഞാൻ സ്കൂള് +1 +2 വരെ സെയിം സ്കൂളിലായിരുന്നു പഠിച്ചത്. ഫ്രം UKG +1 +2 വരെ സെയിം സ്കൂൾ. അപ്പോൾ ഒരു സയൻസിനോട് ഒരു താല്പര്യം ഉണ്ടായി വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഞാൻ ഫ്ലാഷ് ബാക്ക് സെക്കൻഡ് ഗ്രേഡിൽ പഠിക്കുന്ന സമയത്ത് അമ്മ ആ സമയത്ത് PSC ഒക്കെ എഴുതുന്ന ടൈമാണ്. അപ്പോൾ അമ്മ എന്നോട് ഇങ്ങനെ, ഞങ്ങൾ സ്കൂൾ വിട്ട് നടന്നു പോകുന്ന സമയത്ത് പറയും, മെർക്കുറിക്കും വീനസിനും സാറ്റലൈറ്റ് ഇല്ലെന്ന് പറയും.
സാറ്റലൈറ്റ് ഇല്ല എന്നല്ല, ആ പ്രായത്തിൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ്. മൂണില്ല എന്ന് പറഞ്ഞു. അതെന്താ അതിന് മാത്രം മൂണില്ല, നമുക്ക് മൂണുണ്ട്, അതിനെന്താ മൂണില്ല ക്വസ്റ്റ്യൻ. എന്നിട്ട് അമ്മയ്ക്കും അറിയില്ല. അമ്മ PSCക്ക് ഫാക്ട്സ് മാത്രം പഠിച്ചു പോകുമ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഇതറിയത്തില്ല, കണ്ടുപിടിക്കണം. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ജുപ്പിറ്ററിനാണ് ഏറ്റവും കൂടുതൽ മൂൺസ് ഉള്ളതെന്ന്. ഇതെന്ത് പരിപാടി, ഇങ്ങനെ പാർഷ്യാലിറ്റി പാടുമോ? ചിലതിന് ഒന്നുമില്ല, ചിലതിന് ഇഷ്ടം പോലെ, അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. വേറൊരു കാര്യം പറയുന്നത്, ഞാൻ ആസ്ട്രോ ആണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോ ഇതാണ് ലൈക്ക് ഇൻ സം സെൻസ് എ ടേണിംഗ് പോയിന്റ് ഫോർ മീ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ കിടന്നു. ഇതുവരെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് വേറെ കാര്യം, നോക്കണം, പിന്നെ എപ്പോഴെങ്കിലും നോക്കണം. ഇങ്ങനെ ഈ ഒരു കാര്യം മനസ്സിൽ കിടന്നു. ആൻഡ് ഇതിന്റെ ആൻസർ തപ്പിയുള്ള ഒരു എന്താ പറയാ, ഒരു വേ ആയിരുന്നു, ഒരു പാത്തായിരുന്നു എൻ്റെത് ഇൻ ജനറൽ, ചുരുക്കി പറയാം. അപ്പോൾ ഫസ്റ്റ് ഒക്കെ സയൻസ് ഇഷ്ടമാണ്, ഓക്കെ, എന്താവണമെന്ന് ആഗ്രഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ് ആൻസർ എഞ്ചിനീയർ ഓർ ഡോക്ടർ. പിന്നെ അത് കഴിഞ്ഞ് ഫിസിക്സ് ഇന്നതാണ്, ഇങ്ങനെയൊക്കെ യൂണിവേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് മാത്സും ഫിസിക്സും ഒക്കെ വെച്ച് പറ്റും. പിന്നെ കുറെ വീഡിയോസ് ഉണ്ടല്ലോ യൂട്യൂബിൽ കിടക്കുന്നു, അപ്പൊ അതൊക്കെ കണ്ട് 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 ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഫിസിക്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയെന്ന് വെച്ചാൽ ഈവൻ വെൻ ഐ എം ഗെറ്റിംഗ് വെരി ബാഡ് ഗ്രേഡ്സ് ഐ വിൽ സ്റ്റിൽ ഗോ ഫോർ ഫിസിക്സ്, അങ്ങനത്തെ ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ +1 +2 എത്തി. +1 +2 സമയത്ത് ഒബ്വിയസ്ലി JEE ഓർ നീറ്റ്. ബയോളജി വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്, സോറി ഫോർ ഓൾ ദ ബയോ പീപ്പിൾ ഹിയർ, ബയോളജി വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫിസിക്സ് എടുത്തു. ഐ മീൻ JEE എടുത്തു. JEEക്ക് ഡ്രോപ്പ് ഇയർ എടുത്തു. ആ ഒരു സമയത്ത് JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് എൻ്റെ ഒരു പ്രോപ്പർ എഞ്ചിനീയറിംഗ് മൈൻഡ് സെറ്റ് ആയിപ്പോയി. എന്നുവെച്ചാൽ ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ പോയാൽ മതി എന്നുള്ളൊരു ഇതായിപ്പോയി. പിന്നെ അതിനുശേഷം JEE എഴുതി. JEE വലിയ കുഴപ്പമില്ലാണ്ട് പോയി. അതിനുശേഷം വെറുതെ IIT എഴുതിയേക്കാം, എനിക്ക് സെന്റർ കിട്ടിയത് എനിക്ക് ഓർക്കുന്നത് തിരുപ്പൂരങ്ങാണ്ടായിരുന്നു. തിരുപ്പൂരങ്ങാണ്ടായിരുന്നു. അപ്പൊ തിരുപ്പൂർ വരെ പോകണം എന്നൊക്കെ അമ്മേനോട് പറയുമ്പം അത്രയൊക്കെ പോണോ, അത്രയും ദൂരമൊക്കെ പോയിട്ട് എക്സാം എഴുതണോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്കല്ല, എനിക്ക്. എന്നിട്ട് എന്നാ പിന്നെ എന്തായാലും രജിസ്റ്റർ ചെയ്തല്ലേ, പോയി എഴുതിയേക്കാം എന്നുള്ളൊരു ഇതിൽ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതുന്ന IITന്റെ ടെൻഷൻ അല്ലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എനിക്ക് അന്ന് JEE അഡ്വാൻസിന്റെ റിസൾട്ട് വരും, ആ ടെൻഷനിലാണ് ഞാൻ പോയി IIT എഴുതുന്നത്. എങ്ങനെയൊക്കെയോ എന്തൊക്കെയൊക്കെയോ എഴുതി വെച്ച് എക്സാം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് വന്ന് JEE അഡ്വാൻസിന്റെ റിസൾട്ട് നോക്കി, കിട്ടിയില്ല. JEE അഡ്വാൻസ് കിട്ടിയില്ല, പോയി. ഇനി ആകെ ഉള്ളത് പ്രതീക്ഷ മെയിൻസിന്റെ റിസൾട്ട് വെച്ചിട്ട് NIT കിട്ടിയാൽ ഓക്കെ. വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ആയിരുന്നു NITക്ക് JEE മെയിൻസിന്റെ. എന്നിട്ട് JEE മെയിൻസിന്റെ റിസൾട്ട് മറ്റേ സീറ്റൊക്കെ അലോട്ട് ചെയ്യുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ ബ്രാഞ്ച് അത്ര നല്ല ബ്രാഞ്ച് ആയിരുന്നില്ല. NITയിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എനിക്ക് കിട്ടിയുള്ളൂ. ഭയങ്കര റാങ്കിങ് ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആകെ ഡൗൺ ആയി. ഇനിയിപ്പോൾ എന്താക്കും, NIT ഇതേ ഉള്ളൂ, വേറെ ഒന്നും കിട്ടിയിട്ടില്ല, IITന്റെ റിസൾട്ട് വന്നിട്ടില്ല, എന്തെങ്കിലും ഒരു സേഫ് ഓപ്ഷൻ വെക്കണമല്ലോ. അപ്പം NITന്റെ ഇതൊക്കെ കൊടുത്ത് എന്നാ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഐസറിന്റെ റിസൾട്ട് വരുന്നു. ഐസർ പൂനെ കിട്ടി. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഡ്രീംസ് ഡു കം ട്രൂ. ചെറുപ്പം മുതലേ ഫിസിക്സ് ചെയ്യണം എന്ന് താല്പര്യപ്പെട്ട് നിന്നിട്ട് അവസാനം ഒരു ഗതിയില്ലാണ്ട് എഞ്ചിനീയറിംഗിലേക്ക് പോയി എന്നുള്ള അവസാനം വരെ നിന്നിട്ടാണ് ഞാൻ ഐസറിലേക്ക് വരുന്നത്. ആൻഡ് ഇറ്റ് ചേഞ്ച് ദ ഹോൾ പെർസ്പെക്റ്റീവ് ദാറ്റ് ഐ ഹാഡ് ഓൺ ഫിസിക്സ് ആൻഡ് ഇൻ സയൻസ് ഇൻ ജനറൽ. ഇതാണ് ഒരു ഏകദേശം എൻ്റെ ഫ്ലാഷ് ബാക്ക്, വേണമെങ്കിൽ അങ്ങനെ പറയാം. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ, യു ഗൈസ് ആർ സോ ലക്കി ദാറ്റ് ഐസർ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ റിസർച്ച് അല്ലെങ്കിൽ സയൻസ് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്കൊരു കോച്ചിങ് കിട്ടുന്ന പറയുന്നത് യു ഗൈസ് ആർ വെരി ലക്കി. എൻ്റെ ആ സമയത്ത് IITന്റെ മോക്ക് ടെസ്റ്റ് എഴുതുക എന്നല്ലാണ്ട് അതിൻ്റെ ഫെർദർ ആയിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്സ് പഠിക്കാതെ വന്ന ഒരാൾക്കാണെങ്കിൽ മാത്സ് ഇല്ല, നീറ്റ് തന്നെ പഠിച്ചു പോയി. പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്സിൽ 1-2 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് IIT ക്ലിയർ ചെയ്യുക, അങ്ങനെയേ ഉള്ളൂ. നേരെ തിരിച്ച് മാത്സ് മാത്രം പഠിച്ചവർക്കാണെങ്കിൽ ബയോളജി, എൻ്റെ അവസ്ഥ ബയോളജി ഇല്ലാണ്ട് പോകേണ്ടി വരും, IITക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇൻ ദാറ്റ് സെൻസ് യു ഗൈസ് ആർ വെരി ലക്കി. പിന്നെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ യു ക്യാൻ ഇന്ററപ്റ്റ് മീ അറ്റ് എനി ടൈംസ്, ടോട്ടലി ഫൈൻ. അതെ,
വേറെ ഒരു നേരത്തെ നമ്മൾ സയൻസ് ഈസ് എ പ്രോസസ് എന്ന് പറഞ്ഞ എങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നല്ലോ. എന്നാൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഫിസിക്സ് ഒക്കെ പഠിക്കുന്നല്ലേ, IIT ക്ലിയർ ചെയ്യണ്ടേ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫിസിക്സിലെ ഏറ്റവും ബേസിക്, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കൺസർവേഷൻ ഉള്ള ഏതാ? കൺസർവേഷൻ ഓഫ് മാസ്, എനർജി. മാസിനെക്കാട്ടും കുറച്ചുകൂടി അല്ല എനർജി. കൺസർവേഷൻ ഓഫ് മാസ്. ഒരു കാര്യം പറയട്ടെ, എനർജി കൺസേർവ്ഡ് അല്ല. എന്തോ? അല്ല, പറഞ്ഞോ 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 പറഞ്ഞോ, കുഴപ്പമില്ല, പറഞ്ഞോ. ഈ മടിക്കണ്ട, പറഞ്ഞോളൂ. ന്യൂക്ലിയർ റിയാക്ഷൻസിൽ ഇതുണ്ടാവോ? ചോക്ക് ഉണ്ടാവും. ഓക്കെ, ന്യൂക്ലിയർ റിയാക്ഷൻസിൽ ഇപ്പോൾ സിമ്പിളായിട്ട് ഹൈഡ്രജൻ എടുക്കാം, അല്ലെങ്കിൽ യുറാനിയം എടുക്കാം. ഇത് നമ്മുടെ യുറാനിയം ആറ്റം എന്ന് വിചാരിച്ചോ. ഇത് ഫിഷൻ സംഭവിച്ച് എന്തൊക്കെയാണെന്ന് ഞാൻ മറന്നുപോയി, കുഴപ്പമില്ല. ഫിഷൻ സംഭവിച്ച് നമുക്ക് രണ്ട് വേറെ ചെറിയ ന്യൂക്ലിയർ വന്നു വിചാരിച്ചോ. അഗെയിൻ, ഇത് ഞാൻ എൻ്റെ മറവീനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, പക്ഷെ സയൻസ് ഈസ് നോട്ട് അബൌട്ട് ലൈക്ക് മെമ്മറൈസിങ് ഫാക്ട്സ്. അപ്പോൾ നമുക്ക് രണ്ട് ന്യൂക്ലിയർ കിട്ടിയ, ന്യൂക്ലിയർ എക്സ്, ഇത് ന്യൂക്ലിയർ വൈ, എന്തെങ്കിലും ആവട്ടെ. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. ഇതാണല്ലോ ബേസിക് ന്യൂക്ലിയർ ഫിഷൻ. നമ്മൾ ഇത്ര എനർജിക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഈ എനർജി ഫോട്ടോണിന്റെ ഫോമിലുണ്ടാവും. പിന്നെ ചിലപ്പം വേറെ എന്തെങ്കിലും എക്സോട്ടിക് പാർട്ടിക്കിൾസ് ഉണ്ടാവും, ന്യൂട്രീനോയോ അല്ലെങ്കിൽ ആന്റി ഇലക്ട്രോണോ പോസിട്രോണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സത്യത്തിൽ ഇവിടെ എനർജി കൺസേർവ് ആവുന്നില്ലേ? ഇതിനകത്തുള്ള കുറച്ച് മാസ് ആണല്ലോ ലൈറ്റ് ആയിട്ട് ഗാമ റേ ആയിട്ട് പോകുന്നത്. പിന്നെ അതിൻ്റെ തന്നെ മാസാണല്ലോ ആന്റി ന്യൂട്രീനോയോ അല്ലെങ്കിൽ ന്യൂട്രീനോയോ പോസിട്രോണോ ബാക്കി ന്യൂക്ലിയർ ആയിട്ട് പോകുന്നത്. ആ കേസിൽ എനർജി കൺസേർവ്ഡ്. പക്ഷേ ഇൻ ജനറൽ എനർജി കൺസേർവ്ഡ് അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സയൻസ് ഫാക്ട്സ് ആയിട്ടും ഇക്വേഷൻസ് ആയിട്ടും ഇതൊക്കെ നേരത്തെ സ്കൂളിൽ നമ്മളെ സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നതിൻ്റെ കുഴപ്പമാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ഉണ്ട്. ഭയങ്കര സിമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്തായാലും കേട്ടിട്ടുണ്ടാവും. സയൻസിനോട് ഇത്ര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കേട്ടിരിക്കേണ്ട ഒരു കാര്യം, യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യം അറിയത്തില്ലേ? യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്ന യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെ കണ്ടുപിടിച്ചെന്നറിയോ? ഡോപ്ലർ ഷിഫ്റ്റ്. യെസ്, കറക്റ്റ്. ഡോപ്ലർ ഷിഫ്റ്റ് വരികയെന്ന് അറിഞ്ഞല്ലോ. ഓക്കെ, ഡോപ്ലർ ഷിഫ്റ്റ് എന്താ സംഭവം? ഒരു സൗണ്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ സൗണ്ടിന്റെ ഡോപ്ലർ ഷിഫ്റ്റ് പഠിക്കുന്നുണ്ടാവും ഫിസിക്സിൽ, വേവ്സ് ചാപ്റ്റർ. അപ്പോൾ ഒരു ആംബുലൻസിന്റെ ഇവിടെ ഒരു ഇതെന്താ ഞാൻ മരിച്ചതെന്ന് എനിക്കറിയത്തില്ല, ഇവിടെ ഒരാളുണ്ട്. ഓക്കെ, ആംബുലൻസ് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ആംബുലൻസിൽ വരുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസിയിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും, ഇയാൾ കേൾക്കുന്നതിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും. ആംബുലൻസിന് ഒരു വെലോസിറ്റിയിൽ അത് എങ്ങോട്ടൊക്കെയാണോ പോകുന്ന ഡയറക്ഷൻ അതിനനുസരിച്ച് ഒരു ചേഞ്ച് ഉണ്ടാവും, റൈറ്റ്? അതേപോലെ തന്നെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഇവിടെ ഒരു ഗാലക്സി ഉണ്ടെന്ന് വിചാരിച്ചോ. നമ്മൾ ഇവിടെയാണ് ഉള്ളത്, നമ്മുടെ എർത്ത് ഇവിടെയാണ്. അപ്പൊ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഗാലക്സിക്ക് ഇങ്ങോട്ടേക്ക് ഒരു അപ്പാരന്റ് വെലോസിറ്റി നമുക്ക് കാണും, റൈറ്റ്? അപ്പൊ ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേ എന്ന് പറഞ്ഞാൽ റെഡ് ഷിഫ്റ്റഡോ, വേവ് ലെങ്ത് കൂടും അല്ലെ? വേവ് ലെങ്ത് കൂടുമ്പോൾ നമ്മുടെ എനർജിന്റെ ഇക്വേഷൻ എന്താ? E = h/nu, ഫോട്ടോന്റെ എനർജിന്റെ ഇക്വേഷൻ. ലൈറ്റിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നില്ല, ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ്. വേറൊരു മീഡിയത്തിൽ ലൈറ്റ് കിടക്കുന്നില്ല, അപ്പൊ ലൈറ്റിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ h = nu നമുക്ക് c/λ. ഓക്കെ, വേവ് ലെങ്ത് കൂടി, എനർജി കുറഞ്ഞു. എനർജി അവിടെ പോയി. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾ കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചിട്ടുണ്ട്, യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല? സോ ഇത് ഇവിടെ സംഭവിക്കുന്നതിന്റെ കാര്യം, നിങ്ങൾ ഐസറിൽ എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഡിഗ്രി ചെയ്യുന്ന ഫിസിക്സ് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കോഴ്സായിട്ട് തന്നെ പഠിക്കും. ഒരു തിയറി ഉണ്ട്, നോത്തേഴ്സ് തിയറം എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. ഇത് പ്രകാരം, നോത്തേഴ്സ് തിയറം എന്ന് പറഞ്ഞ തിയറം പ്രകാരം ഈ കൺസർവേഷൻ ലോസിനൊക്കെ വേറൊരു കണ്ടീഷനും കൂടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? പറഞ്ഞോ.
യൂസ് ഇറ്റ് ആസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. ഇത് ഇപ്പൊ കുറച്ചൊക്കെ പഠിക്കണം. ഇല്ല, കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ക്വാണ്ടം മെക്കാനിക്സ് എത്തിയിട്ടില്ല, അതെത്തണ്ട. ജസ്റ്റ് നോ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് വരും. ലൈക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യാൻ പാടില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് അവിടെ കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ പറയുന്ന ഫോഴ്സ് സിമെട്രിക് ആണ് സിസ്റ്റത്തിൽ. പിന്നെ അതും പഠിക്കും ഇതെന്ത് സംഭവം. ഫോഴ്സ് സിമെട്രിക് ആന്ന് പറയുന്നുണ്ട്. യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത് നമ്മൾ, ഞാനിത് ജനറൽ റിലേറ്റിവിറ്റിയുടെ തിയറി ക്ലാസ് പോലെ ആയി പോകുന്നു. ഓക്കെ, ഇപ്പം യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എനർജി കൺസേർവ്ഡ് ആണെന്ന് പറയണമെങ്കിൽ ഇത് ടൈം സിമെട്രിക് ആവാം. പക്ഷേ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ജനറൽ റിലേറ്റിവിറ്റിയും സംഭവങ്ങളൊക്കെ കയറി വരും. ടൈം സിമെട്രിക് അല്ല. അവിടെ എനർജി കൺസർവേഷൻ ഇത് പാലിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനം, ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എനർജി കൺസർവേഷൻ പഠിച്ചിട്ടുണ്ട്, യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുമെന്ന് അറിയാം. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല എന്നുള്ളൊരു കാര്യം ആസ് എ ഫ്യൂച്ചർ റിസർച്ചർ യു ഷുഡ് ആസ്ക് യുവർ സെൽഫ്. ഓക്കെ, ഈ ഒരു സ്ഥിതിയിൽ നിന്ന് മറ്റേ ഇങ്ങനെ ഈ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? യാ, സോ ആസ് എ ഹോൾ ചുരുക്കം പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് പറയാനായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഐസർ പൂനെ ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസ്, ഭയങ്കര നല്ല അടിപൊളി ഫെസിലിറ്റീസ് സംഭവങ്ങളൊക്കെ ഉണ്ട്, നല്ല പ്രൊഫസേഴ്സ് ഉണ്ട്. മറ്റൊരു പ്രശ്നമുള്ളൂ, ക്യാമ്പസ് ഇച്ചിരി ചെറുതാണ്, 100 acres-ന്റെ അണ്ടറിലേ ഉള്ളൂ. ബാക്കി ഐസേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചെറുതാണ്. പക്ഷേ ഇൻ സം സെൻസ് ഇറ്റ്സ് കുറച്ചും കൂടി ബെനിഫിഷ്യലാണ്. കാരണം ട്രാവലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലാസ് ലെക്ചർ ഹാളും ഹോസ്റ്റലും തമ്മിൽ കുറച്ച് ദൂരമുണ്ട്. അതൊക്കെ നടന്ന് പോകാവുന്ന ദൂരമുള്ളൂ. വേറെ ബുദ്ധിമുട്ടുള്ളൂ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ക്യാമ്പസ്. പിന്നെ ക്ലൈമറ്റ് ഒരു ഇച്ചിരി പ്രശ്നമാണ്. ഇറ്റ്സ് ഇൻ ദ എക്സ്ട്രീം എൻഡ് ഓഫ് ദ സ്പെക്ട്രം. തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ്, ഒരു മൈനസ് അല്ല, സോറി, 10 ഡിഗ്രി 9 ഡിഗ്രി ഒക്കെ സുഖസുന്ദരമായിട്ട് പോകും. ചൂടാണെങ്കിൽ ഒരു 10-40 ഡിഗ്രി ഒക്കെ സുഖസുന്ദരമായിട്ട്. അതർവൈസ് ഇറ്റ്സ് pretty similar to Kozhikode climate. വേറെ ഓക്കെ, അത് അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ സമയമല്ലേ. അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ സമയത്ത് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഇടാം. ഓക്കെ, അപ്പോൾ ഐസർ ട്രിവാൻഡ്രം ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഐസർ ട്രിവാൻഡ്രം വെക്കാം. അപ്പോൾ നിങ്ങളുടെ കട്ട് ഓഫ് വെച്ചിട്ട് ഏതാണോ ഏറ്റവും കിട്ടാൻ സാധ്യത, ഇപ്പം ഐസർ ട്രിവാൻഡ്രത്തിന്റെ കട്ട് ഓഫ് ഒരു 1800 റാങ്ക് ആണെന്ന് ഇരിക്കട്ടെ, നിങ്ങൾക്ക് കിട്ടിയത് ഒരു 2000 എന്നിരിക്കട്ടെ സംഭവം. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ട്രിവാൻഡ്രം കൊടുത്തു, സെക്കൻഡ് പ്രിഫറൻസ് പൂനെ കൊടുത്തു, അങ്ങനെ പോയിട്ട് ഇപ്പം തിരുപ്പതി കൊടുത്തു എന്ന് വിചാരിച്ചോ. തിരുപ്പതി ഫസ്റ്റ് റൗണ്ടിലെ കട്ട് ഓഫ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് വിചാരിച്ചു. ഫസ്റ്റ് റൗണ്ടിലെ കട്ട് ഓഫ് വരുമ്പോൾ ഒരു തിരുപ്പതിയിൽ 2300 വരെ റാങ്കിലുള്ളവർ എടുക്കുമെന്ന് വിചാരിച്ചു ഫസ്റ്റ് റൗണ്ടിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ തിരുപ്പതി നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് എന്താക്കാം, ഈ ചേഞ്ച് എന്ന് വെച്ചാൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഇതൊക്കെ വെച്ചിട്ട് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി കൂടിയ കട്ട് ഓഫ് വരുമ്പോൾ അങ്ങനെ. വേറെ എന്തെങ്കിലും IIT പഠിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങനെയൊക്കെ പഠിച്ചിട്ട് കുറെ കാലമായി. IIT പഠിക്കുന്ന കാര്യം ഓക്കെ, ഞാൻ പഠിച്ച സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഡിഫറൻസും ഇപ്പോഴത്തെ ഇത് എന്താണെന്ന് വെച്ചാൽ, ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇനി ഒഴിവാക്കാൻ പറ്റില്ല. കട്ട് ഓഫുകൾ ഇപ്പം ഭയങ്കരമായിട്ട് കൂടി തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ കോമ്പറ്റീഷൻ കുറവ്, ഇപ്പം ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട് IIT-ക്ക്. ഞാൻ എഴുതിയ സമയത്ത് 90,000 ആൾക്കാർ എങ്ങാണ്ട് എഴുതിയ എക്സാം ഇപ്പം 1.8 lakhs അങ്ങനെ എങ്ങാണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി കട്ട് ഓഫ്സ് കൂടും. എല്ലാ സബ്ജക്ട്സും ഒരു സബ്ജക്റ്റ് ഒഴിവാക്കാണ്ട് പഠിക്കണം. ഞാൻ ഫോക്കസ് ചെയ്തത്
ഫിസിക്സ്, മാത്സ് എൻ്റെ സ്ട്രോങ് പോയിന്റ്സ് തന്നെയായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തത്. ബയോളജി ഞാൻ ലാസ്റ്റ് ഒരു മന്ത് കൊണ്ട് വെറുതെ വായിച്ച് വിട്ടു പോയേ ഉള്ളൂ. പിന്നെ കെമിസ്ട്രി വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഐ വുഡ് പ്രിഫർ എല്ലാ സബ്ജക്ട്സിനും ഓൾമോസ്റ്റ് ഈക്വൽ വെയിറ്റേജ് തന്നെ കൊടുക്കുക. ടുവേർഡ്സ് ദ എൻഡ് നിങ്ങളുടെ സ്ട്രോങ് സ്യൂട്ട് ഏതാണോ അത് കുറച്ചും കൂടി നന്നായിട്ട് റിവൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ്സുകളും റിവിഷൻ ടെസ്റ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അപ് ടു ഡേറ്റ് ആയിട്ട് അങ്ങ് ഫോളോ ചെയ്താൽ മതി, വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ എക്സ്ട്രാ ബുക്സ് റെഫർ ചെയ്യേണ്ട കാര്യം വരുമ്പം അത് നിങ്ങളുടെ ഫാക്കൽറ്റീസ് സംഭവങ്ങളൊക്കെ പറഞ്ഞുതരും. വേറെ എക്സ്ട്രാ ബുക്കുകൾ അങ്ങനെ റെഫർ ചെയ്യേണ്ട ഞാൻ IIT സ്പെസിഫിക്കലി റെഫർ ചെയ്യാൻ പോയിട്ടില്ല. ജെയ്ക്കൊക്കെ പഠിക്കുന്ന സമയത്ത് വേറെ ബുക്കുകളും സംഭവങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു കുഡ് റെഫർ എനി അതർ ബുക്സ്. പിന്നെ IIT അഗെയിൻ വൺ മോർ തിങ്, ജെഇയോ നീറ്റോ പോലല്ല. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഇഷ്ടംപോലെ ടൈമുണ്ട്, 3 മിനിറ്റ് ടൈമുണ്ട് ഓൺ ആവറേജ്. ജെഇക്കും നീറ്റിനും ഒക്കെ കുറച്ചും കൂടി ടൈം കുറവാണ്. 1.5 മിനിറ്റ്സ് ഒക്കെയാണ് ഒരു ക്വസ്റ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. 60 ക്വസ്റ്റിനേ ഉള്ളൂ, 3 മണിക്കൂർ, ഇഷ്ടംപോലെ സമയമുണ്ട്. ഇവിടെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫാക്ട്സ് അറിയാവുന്നല്ല. ജെഇയോ നീറ്റോ പോലെ നിങ്ങൾക്ക് ഫാക്ട്സ് അറിയാവുന്നല്ല. ജെഇ ഫാക്ട്സ് അല്ല, സോറി, പക്ഷെ എന്നാലും നിങ്ങളെ ഒരു കണ്ടീഷൻ തന്നിട്ട് ആ ക്വസ്റ്റ്യൻ എങ്ങനെ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് IITയിലും മോസ്റ്റ്ലി ഉണ്ടാവുക. കോൺസെപ്റ്റ് ടു ദ കോർ നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ ഇക്വേഷനൊക്കെ ഡിറൈവ് ചെയ്ത് ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വന്നിട്ട് സൊല്യൂഷനിലേക്ക് ഇരുന്ന ആൻസർ കിട്ടാതെ പോകുന്ന ക്വസ്റ്റ്യൻസ് IITക്ക് വരലില്ല. ജെഇ അഡ്വാൻസറൊക്കെ പോലെ അയ്യോ ഇതെന്താക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നും IITക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് വരുകയില്ലായിരിക്കും. കാരണം നിങ്ങൾ ദേ ആർ സെലക്ടിങ് സയന്റിസ്റ്റ്സ്, ദേ ആർ സയന്റിങ് പ്രോപ്പർ റിസർച്ചേഴ്സ്. നിങ്ങൾ ആ കോൺസെപ്റ്റ് എത്രമാത്രം അറിഞ്ഞിട്ടുണ്ടോ അത്രയും നല്ലതായിരിക്കും, അത്രയും ബെനിഫിഷ്യറി ആയിരിക്കും നിങ്ങൾക്ക് എന്ത് IIT എക്സാം. വേറെ എന്തെങ്കിലും ഇങ്ങനെ നാണിച്ചിരിക്കല്ലേ. ഞാൻ സാധാരണ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വെറുതെ കിടക്കുന്ന ആളാണ്. ലൈക്ക് ഇറ്റ്സ് എ ഹോൾ പേഴ്സണാലിറ്റി ചേഞ്ച്. ഐസർ എന്ന് പറയുന്നത് നിങ്ങളെ കംപ്ലീറ്റ് മാറ്റിയെടുക്കും. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയത് എന്താ വെച്ചാൽ, ഐസർ എന്ന അക്കാഡമിക്സ് അല്ല. ലൈക്ക് നിങ്ങൾ വിചാരിക്കും ഐസറിലുള്ളവരെല്ലാവരും ഫുൾ ടൈം ഇരുന്ന് പഠിത്തം, ഒരിക്കലും അല്ല, പഠിക്കലേ ഇല്ല. അങ്ങനെയല്ല, പഠിക്കലുണ്ട്. കുറെ ക്യാമ്പസ് ആക്ടിവിറ്റീസ് ഉണ്ട്, ക്ലബ് ആക്ടിവിറ്റീസ് ഉണ്ട്, അടിപൊളി ഫെസ്റ്റുകളുണ്ട്. പിന്നെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇവന്റ്സ് ഉണ്ടാവും. ഇപ്പൊ സയൻസ് വീക്ക്, പൈ വീക്ക്, സ്പേസ് വീക്ക്, ഇങ്ങനത്തെ കുറെ വീക്ക്ലി സെലിബ്രേഷൻസ്, ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പിന്നെന്താ, കോമ്പറ്റീഷൻസ്, ഇപ്പം ആർട്സ്, കൾച്ചറൽ ഫെസ്റ്റ് ഉണ്ടാവും, ഇന്റർ ഐസർ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ബാക്കി ഐസറുകളും IISc ഒക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഇവന്റ്സ് ഉണ്ട്. സ്പോർട്സ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി പൂനെയിൽ സ്പോർട്സ് ഒരു കോഴ്സ് ആയിട്ടില്ല. ബാക്കി ഐസറുകളിൽ പൂനെ അല്ല, സ്പോർട്സ് ഒരു കോഴ്സ് ആയിട്ടുണ്ട്. ലൈക്ക് ഒരു പാസ് ഓർ ഫെയിൽ കോഴ്സ് വേണമെങ്കിൽ എടുക്കാവുന്ന. അപ്പോൾ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ട്. സോ ഐസർ എന്ന് പറയുന്നത് ഒരു പൊതുവെ ഉള്ളൊരു ഇതുപോലെ ഐഡിയ പോലെ ഫുൾ ടൈം പഠിത്തമല്ല, ഇങ്ങനത്തെയും കുറേ പരിപാടികളുണ്ട്. ആൻഡ് യു വിൽ ലേൺ ടു എൻഗേജ് വിത്ത് പീപ്പിൾ. ഇപ്പം ഓരോ ക്ലബ്ബുകളുണ്ടല്ലോ, ഈ ക്ലബ്ബുകളെല്ലാം കൊണ്ടു നടക്കുന്നത് അവിടുത്തെ സ്റ്റുഡൻസ് തന്നെയാണ്. ഒബ്വിയസ്ലി അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ഒരു കോർഡിനേറ്റർ ആയിട്ട് ഈ ഒരു റോൾ ഏറ്റെടുത്ത് ആ ക്ലബിൻ്റെ ഒരു വർഷത്തെ പരിപാടികൾ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുക. അപ്പം യു വിൽ ലേൺ ടു എൻഗേജ് വിത്ത് പീപ്പിൾ, യു വിൽ ലേൺ ടു ടോക്ക് ടു പീപ്പിൾ, യു വിൽ ലേൺ ടു ഓർഗനൈസ് സ്റ്റഫ്. ഇങ്ങനെ ഒരു ടോട്ടൽ പേഴ്സണാലിറ്റി ട്രെയിനിങ് ആണ് സത്യത്തിൽ ഐസറിലാണ് നടക്കുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നിങ്ങൾ റിസർച്ചർ ആവണം ഇത് തന്നെയാണെന്നല്ല, ഇതെല്ലാം ഉണ്ട്. ആൻഡ് ഓൾസോ അക്കാഡമിക്സ് മാത്രമല്ല, ഇന്റേൺഷിപ്സ് നിങ്ങൾക്കിപ്പം കുറച്ച് പേരൊക്കെ ഇതിനെക്കുറിച്ച് നേരത്തെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടോ? ഇന്റേൺഷിപ്സ് സംഭവങ്ങൾ ആണ് ശരിക്കും. ഇന്റേൺഷിപ്സ് മാത്രമല്ല, ഇൻ ജനറൽ ഒരു റിസർച്ച് പേപ്പർ വായിക്കുന്നത്, ബാക്കി പ്രൊഫസേഴ്സിനോട് അല്ലാണ്ട് പേഴ്സണലി പോയി ഇന്ററാക്ട് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ശരിക്കും നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് കുറച്ചും കൂടി ബ്രോഡൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇപ്പം അക്കാഡമിക്സ് അവിടെ നിങ്ങളെ എന്നേരം ഐസറിലാണെങ്കിലും ഏത് കോളേജിലാണെങ്കിലും നിങ്ങളെ അവിടെ സ്പൂൺ ഫീഡ് ചെയ്യല്ല, നിങ്ങൾക്ക് അവിടെ സംഭവങ്ങൾ പഠിപ്പിച്ചു തരും, ഇൻസ്ട്രക്ട് ചെയ്യും. ഇതൊക്കെയാണ് സംഭവങ്ങൾ, ഇതൊക്കെ പഠിക്കണം, നിങ്ങൾ എക്സാം എഴുതും, ഗ്രേഡ് മേടിക്കും.
അത് മാത്രമല്ല അവിടെ നടക്കേണ്ടത്. ആസ് എ റിസർച്ചർ യു ഷുഡ് ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ. എന്തൊക്കെയാണ് ഈ പ്രസന്റിൽ ഇപ്പം നടക്കുന്ന മെയിൻ ടോപ്പിക്സ് ഓഫ് റിസർച്ച് എന്തൊക്കെയാണ്, പ്രൊഫസേഴ്സിനോട് പോയി ഇന്ററാക്ട് ചെയ്യണം, ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ നടക്കണം. ഇന്റേൺഷിപ്സിന്റെ സമയത്തും നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന അല്ലാണ്ട് ഈവൻ ബിയോണ്ട്, അപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ ഓരോ ഇന്റേൺഷിപ്സിനും സംഭവങ്ങളെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് ആസ് എ റിസർച്ച് അല്ലെങ്കിൽ ആസ് എ സയൻസ് സ്റ്റുഡൻറ് ഏറ്റവും അത്യാവശ്യം, അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ കേസിൽ തന്നെ ഞാൻ ഇപ്രാവശ്യം ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല ആസ്ട്രോയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. ഇതിനകത്ത് ഒരു ഒരു ഇപ്പം ഞാൻ പറഞ്ഞാൽ ശരിയാവുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ, പക്ഷെ ഐ ട്രൈ ടു മേക്ക് സെൻസ് ഓഫ് ഇറ്റ്. സ്റ്റാറിൽ നിന്ന് ഉള്ള ലൈറ്റ് എടുക്കും, സ്റ്റാറിൻ്റെ സ്പെക്ട്രം എടുക്കും, ഒബ്സർവ്ഡ് സ്പെക്ട്രം എടുക്കും. എന്നിട്ട് നമ്മൾ ഒരു സ്പെക്ട്രം സിന്തസൈസ് ചെയ്യും. നമ്മൾ കോഡ് വെച്ചിട്ടൊരു സ്പെക്ട്രം ഉണ്ടാക്കും. എന്നിട്ട് നമ്മുടെ സ്റ്റാർ എന്നുള്ള ഇത് ഇങ്ങനെയാണുള്ളത് വിചാരിച്ചോ, സ്റ്റാർ എന്നുള്ള അബ്സോർപ്ഷൻ സ്പെക്ട്രം ഇങ്ങനെയുള്ളത് വിചാരിച്ചോ. ഇവിടെയൊക്കെ ഇതാണ് ശരിക്കും സ്റ്റാറിന്റെ ഫ്ലക്സ്, മാക്സിമം ലൈറ്റ് വരുന്നത്. ഇത് ഇവിടേക്ക് കാണിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട്, ആ മോളിക്യൂൾ ആ പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിൽ ലൈറ്റ് അബ്സോർബ് ചെയ്തു. അത് കാരണം ഇവിടെ കുറച്ച് ലൈറ്റ് കുറവാണ്. അപ്പൊ ഇതാണ് ഒബ്സർവ്ഡ് സ്പെക്ട്ര. എന്നിട്ട് നമ്മൾ എന്താക്കും, ഒരു സ്പെക്ട്രം നമ്മൾ സിന്തസൈസ് ചെയ്യും. സ്പെക്ട്രം നമ്മൾ സിന്തസൈസ് ചെയ്തിട്ട് ഈ സ്പെക്ട്രത്തിനോട് മാക്സിമം ഫിറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു സ്പെക്ട്രം ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഈ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിൽ അബ്സോർബ് ചെയ്യുന്ന എലമെന്റിന്റെ അളവ്, ആ സ്റ്റാറിൽ എത്ര ആ പർട്ടിക്കുലർ എലമെന്റ് എത്ര ഉണ്ടെന്ന് മെഷർ ചെയ്യും. എന്നിട്ട് ഇതിനെ വെച്ചിട്ട് സ്റ്റാർസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എത്ര എലമെന്റ്സ് ഉണ്ട് എന്നൊക്കെ വെച്ചിട്ട്, മെറ്റാലിസിറ്റി കുറവ്, മെറ്റാലിസിറ്റി കൂടുതൽ, കാർബൺ കൂടുതൽ, അങ്ങനെ പറഞ്ഞ കുറേ ക്ലാസിഫിക്കേഷൻസ്. ഇതിനെക്കുറിച്ച് ഞാൻ അറിയുന്ന ഇവിടെ ഈ ഇന്റേൺഷിപ്പ് വന്നതിന് ശേഷം. ഇത്രയും ആസ്ട്രോ ഫുൾ ടൈം റിസർച്ച് പേപ്പറുകളും സംഭവങ്ങളൊക്കെ വായിച്ച് ക്യാമ്പസിൽ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയും ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. ഇതിനെക്കുറിച്ച് ഞാൻ എത്തിയത് ഈ ഒരു പ്രൊജക്റ്റിൽ എത്തിയതിനു ശേഷം, ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അറിയുന്നു. അപ്പം ദർ ഇസ് എ ലോട്ട് ടു ലേൺ. ഇത് ചെറിയ ഫീൽഡൊന്നുമല്ല ഈ സയൻസ് എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അപ് ടു ഡേറ്റ് ആയിട്ട് ഓരോ ദിവസം പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന കുറേ ഫീൽഡുകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അപ് ടു ഡേറ്റ് ആയിരിക്കുക എന്നതും ആസ് എ റിസർച്ചർ ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ടു ഡു. ഇന്റേൺഷിപ്പ് നമുക്ക് അവർ ഓൾറെഡി തരികയല്ല ചെയ്യുന്നത്. നമ്മൾ സ്വന്തം ഒരു വെബ്സൈറ്റുകൾ ഉണ്ടാവും ഇന്റേൺഷിപ്സ് ഇപ്പം ഓരോരോ യൂണിവേഴ്സിറ്റികൾ ഓരോരോ ടൈം ഫ്രെയിമിൽ ഇന്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ലിങ്കുകളും സംഭവങ്ങളൊക്കെ ഓപ്പൺ ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് അവർ സെലക്ട് ചെയ്യുന്ന രീതിയിൽ ക്രൈറ്റീരിയ എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ കയറാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫസേഴ്സിന് ഡയറക്റ്റ് മെയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഒരു പേപ്പർ വായിച്ചു, ഓക്കെ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഫസറിനെ മെയിൽ ചെയ്ത് ഡയറക്റ്റ് പോയി കണ്ട് സംസാരിച്ച് ഇന്റേൺഷിപ്പ് വേണമെന്ന് പറഞ്ഞ് ഓക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ മുതൽ നമുക്ക് പോകാൻ വേണമെങ്കിൽ ഇന്റേൺഷിപ്പിന് പോകാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ഇയറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് ഈ സമയത്താണ് ഞാൻ ചെയ്യുന്നത്. ഇന്റേൺഷിപ്സിന് ക്രെഡിറ്റ്സ് ഉണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് 2 ക്രെഡിറ്റ് കിട്ടും. ഈ മേജറും മൈനറും ഒക്കെ കിട്ടണമെങ്കിൽ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് 2 ക്രെഡിറ്റ് ഇന്റേൺഷിപ്സ് ചെയ്യുന്നതിൽ കൂടെ കിട്ടും. അല്ല, കമ്പൽസറി അല്ല. ഇന്റേൺഷിപ്സ് കമ്പൽസറി അല്ല. ഇന്റേൺഷിപ്സ് ആർ കംപ്ലീറ്റ്ലി ഓപ്ഷണൽ. നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കേസ് പറയാം. എനിക്ക് ഇപ്പോൾ 96 ക്രെഡിറ്റ്സ് എങ്ങാണ്ട് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സെമസ്റ്റർ ഫിസിക്സ് ആണ് ഞാൻ എടുക്കുന്നത് ഒബ്വിയസ്ലി. അപ്പോൾ 5 കോഴ്സസ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 കമ്പൽസറി കോഴ്സസ്, പിന്നെ ഒരു എക്സ്ട്രാ എലക്റ്റീവ്. അപ്പോൾ 6 കോഴ്സസ്. ഒരു കോഴ്സിന് 4 ക്രെഡിറ്റ്, അപ്പം 24 ക്രെഡിറ്റ്. റൈറ്റ്. പിന്നെ ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാം. ഇന്റേൺഷിപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ക്രെഡിറ്റ് കിട്ടും, 26 ക്രെഡിറ്റ്സ്. റൈറ്റ്. പക്ഷേ യൂഷ്വലി അവിടുന്ന് പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ, അവിടുന്ന് അക്കാഡമിക്സ് പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ 21 ക്രെഡിറ്റ്സ് പെർ സെമസ്റ്റർ ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതാണ് ഏറ്റവും ഐഡിയൽ കേസ്. എളുപ്പം കോഴ്സ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും ഇതിനൊക്കെ കുറച്ചും കൂടി ഐഡിയൽ ആയിട്ടുള്ള 21 ക്രെഡിറ്റ്സ് പെർ എന്ന് പറയാം. അപ്പം നെക്സ്റ്റ് സെമസ്റ്ററിൽ എനിക്ക് കുറച്ച് വർക്ക് ലോഡ് കുറയ്ക്കാം. എലക്റ്റീവ് ആയിട്ടുള്ള കോഴ്സുകൾ, കമ്പൽസറി അല്ലാത്തത് പക്ഷെ എലക്റ്റീവ് ആയിട്ടുള്ള കോഴ്സുകൾ എനിക്ക് വേണമെങ്കിൽ ഒരെണ്ണം സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല.
കാരണം എനിക്ക് ഓൾറെഡി കുറച്ച് ക്രെഡിറ്റ്സ് ഓൾറെഡി ഉണ്ട്. ഇങ്ങനെയൊക്കെ ഭയങ്കര എന്താ ഫ്ലെക്സിബിൾ ആണ് ഐസറിലെ കോഴ്സ്. നിങ്ങൾക്ക് ബയോളജി എടുക്കണം, ഓക്കെ ബയോളജി എടുത്തു, ഇന്ന കോഴ്സ് കണ്ടു രസമുണ്ട്, ജെനറ്റിക്സ് ഓക്കെ ഇഷ്ടപ്പെട്ടു പഠിക്കണം, ജെനറ്റിക്സ് പഠിക്കണം, ജനറൽ റിലേറ്റിവിറ്റി ഇതും പഠിക്കണം, എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഹ്യൂമാനിറ്റീസ് ഉണ്ട് ഒരു കോഴ്സ്, ഹിസ്റ്ററി ഓഫ് സിനിമ ഓക്കെ ഇതെടുക്കണം. നിങ്ങൾക്ക് ഫിസിക്കൽ കെമിസ്ട്രി 2 ഏതെങ്കിലും കോഴ്സ് ഇത് എടുക്കണം, ഓക്കെ ഒരു കുഴപ്പമില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്ലെക്സിബിൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കോഴ്സൊക്കെ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇന്റർ ഡിസിപ്ലിനറി. പക്ഷേ ആസ് എ ഫിസിക്സ് മേജർ ഇച്ചിരി ബുദ്ധിമുട്ട്, ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സിന് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഐസർ പൂനെയിലെ കേസ് എനിക്കറിയത്തുള്ളൂ, ബാക്കി ഐസേഴ്സിലെ കേസ് എനിക്കറിഞ്ഞൂടാ. കാരണം മേജർ ചെയ്യണമെങ്കിൽ ദർ ഈസ് സം ക്രൈറ്റീരിയ. 14 കമ്പൽസറി കോഴ്സസും 5 or 4 എലക്റ്റീവ്സ് അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് സെമസ്റ്ററിൽ ഫോർ മീ 5 കമ്പൽസറി കോഴ്സ് ഉണ്ട്. എനിക്ക് അതിന് പുറമെ വേറെ ഒന്നും എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫിസിക്സ് മേജർ കിട്ടില്ല, ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ വെച്ച് നോക്കുമ്പോൾ ഫിസിക്സ് ആൻഡ് മാത്സ് മേജേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് അത്ര ഇൻട്രസ്റ്റോടെ വരുന്നവരാണ് ഇൻ ജനറൽ ഐസറിലുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം അധികം ഉണ്ടാവലില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയോളജി എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞില്ലേ, താല്പര്യം ഇല്ലായിരുന്നു ടു ബി നോട്ടഡ്. ഇപ്പൊ ഉണ്ട് എന്ന് വെച്ചാൽ ഇരുന്ന് പഠിക്കുന്നതല്ല, പക്ഷെ അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഞങ്ങളെ സെമസ്റ്റർ ഓർമ്മയില്ല, സുധീർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫസർ ഉണ്ടാവുന്നത്, പുള്ളിക്കാരൻ ഇക്കോളജിയാണ് എടുക്കുന്നത്. സൂപ്പർ ക്ലാസ്സും പക്ഷെ അതുപോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സാ. എന്താ പറയാ, സെറംഗെറ്റി എന്ന് പറഞ്ഞ പ്ലെയിൻസിലുള്ള വിൽഡർ ബീസ്റ്റ് എന്ന് പറഞ്ഞ ആനിമൽസിന്റെ മൈഗ്രേഷനും അവിടെയുള്ള നിങ്ങൾക്ക് എക്കോളജി ഉണ്ടായിരുന്നു +2 ഇല്ലേ? അതിനകത്ത് ക്യാരിങ് കപ്പാസിറ്റി ഒക്കെ കേട്ടിട്ടില്ലേ? ആ സംഭവങ്ങളൊക്കെ പഠിക്കുന്ന ഒരു സൂപ്പർ കോഴ്സ്. ഇതിനകത്ത് രസം, ബയോളജി ഇങ്ങനെയും പഠിക്കാം എന്നുള്ള കാര്യം ഞാൻ എന്നേരം മനസ്സിലായി. ഇറ്റ്സ് കംപ്ലീറ്റ്ലി എന്താ മോഡലിംഗ് ആണ്, മാത്സ് വെച്ച് മോഡലിംഗ് ആണ്, നല്ല രസമാണ്. ഇവിടെ ഇപ്പം നമുക്ക് അവിടെ ഒരു സെറംഗെറ്റിയിൽ ഈ മൈഗ്രേഷൻ സമയത്തൊരു റിവർ ഉണ്ട്. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം ഈ വിൽഡർ ബീസ്റ്റിന് അപ്പുറത്തെത്താൻ വേണ്ടിയിട്ട്. ഇത് ക്രോസ് ചെയ്യുന്ന സമയത്ത് എല്ലാ വർഷവും 6,000 tons ഓഫ് വിൽഡർ ബീസ്റ്റ് അവിടെ ചത്തുപോകും. ഓക്കെ, ഇതവിടെ നടന്നില്ല എങ്കിൽ ആ സെറംഗെറ്റി എന്ന് പറഞ്ഞ കംപ്ലീറ്റ് സ്ഥലത്തെ എക്കോസിസ്റ്റം ബ്രേക്ക് ഡൗൺ ഇതായി പോകും, നശിച്ചു. ഇതിങ്ങളുടെ എണ്ണം കൺട്രോൾ ചെയ്യണം, വിൽഡർ ബീസ്റ്റിന്റെ എണ്ണം കൺട്രോൾ ചെയ്യണം 1. 2, ആ റിവറിലുള്ള ആനിമൽസിന്റെ ആ ഒരു എക്കോസിസ്റ്റത്തില് ലൈഫ് ഇതാകണം. അതിന് ഭയങ്കര ഈ ഒരു വിൽഡർ ബീസ്റ്റിന്റെ വേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറേ ആനിമൽസ് ഉണ്ട്. ക്രൊക്കഡൈൽസ് ഉണ്ട്, പിന്നെന്താ ആൽഗ ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഫിഷസ് ഉണ്ട്, ഇഷ്ടം പോലെ സാധനം. ഇപ്പം ഇങ്ങനത്തെ കുറേ നീഷായിട്ടുള്ള കുറേ സംഭവം ഡീറ്റെയിൽസ്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പം ലൈക്ക് നിങ്ങളൊരു സ്പെസിഫിക് ടോപ്പിക്കിൽ കൂടുതൽ ഡീപ്പായിട്ട് പോകും തോറും നിങ്ങൾക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് പോകും. ഒരു പെരിഫറിയിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പം ഇറ്റ് മൈറ്റ് സൗണ്ട് വിയേർഡ്, ഇറ്റ് മൈറ്റ് സൗണ്ട് ബോറിങ്, റൈറ്റ്? പക്ഷേ ഒരു ടോപ്പിക് എടുത്ത് നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ട് അതിൽ നിന്ന് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എവറി സിംഗിൾ ഫീൽഡ്, എവറി സിംഗിൾ ടോപ്പിക് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഐസറിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഓപ്പൺ മൈൻഡ് കീപ്പ് ചെയ്ത് പോവുക. ഞാനിപ്പം ചെയ്തേക്കുന്നത് പോലെ ഫിസിക്സ് മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒരിക്കലും പോകരുത്. കാരണം നിങ്ങൾക്ക് അവിടെ ചെന്നാലേ അറിയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് ഏതാണെന്ന് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു സമയത്താണ്. ആ ഫസ്റ്റ് 2 ഇയർ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം നിങ്ങളുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് അല്ലെങ്കിൽ ടോപ്പിക് ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആ 2 വർഷം. ആ ഒരു സമയത്ത് അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് ആണെന്നൊക്കെ മനസ്സിലാക്കി ഈ പ്രൊഫസേഴ്സിനോടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് തീരുമാനിച്ച് വേണം നിങ്ങൾ മേജർ ചെയ്യേണ്ടത് ഏതാണെന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ഒരു ഓപ്പൺ മൈൻഡ് കീപ്പ് ചെയ്ത് വേണം ബാക്കി ഡിസിഷൻസ് എടുക്കാൻ. ആസ്ട്രോ ഇഷ്ടപ്പെട്ട് അങ്ങനെ പോകുമ്പം നമുക്ക് എലക്റ്റീവ്സ് ഉണ്ട്. ഇപ്പം ഫസ്റ്റ് 3 years എലക്റ്റീവ്സ് ആസ്ട്രോ സ്പെസിഫിക് ഇല്ല. 4th year ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, കോസ്മോളജി ഉണ്ട്, ഗ്രാവിറ്റേഷൻ ഉണ്ട്, ഇങ്ങനത്തെ എലക്റ്റീവ്സ് ഉണ്ട്. അപ്പം നമുക്കത് എടുക്കാം. അതെടുത്ത് ഐ തിങ്ക് ഇറ്റ്സ് 3 credit കോഴ്സ്.
അതെടുത്ത് നമുക്ക് അത് ക്ലിയർ ചെയ്യാം. ആൻഡ് ആസ്ട്രോ എന്ന് പറയുമ്പോൾ ഇപ്പം ഫിസിക്സ് എടുത്തു കഴിഞ്ഞ് ഫിസിക്സ് മേജർ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ എലക്ടീവ്സ് എടുക്കണം എന്ന് നിർബന്ധമില്ല. as the name suggests, selectives, കമ്പൽസറി കോഴ്സസ് അല്ല. അപ്പോൾ നിങ്ങൾക്കിപ്പം പിന്നെ അതിനുശേഷം അയ്യോ ആസ്ട്രോ എടുത്തില്ല എന്നുള്ളൊരു പ്രശ്നം വരില്ല. MS thesis ഒക്കെ ചെയ്യുന്ന സമയത്ത് ആസ്ട്രോഫിസിക്സ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ഇറ്റ്സ് വെരി ബെനിഫിഷ്യറി ഇഫ് യു ഹാവ് ദാറ്റ് പെർട്ടിക്കുലർ കോഴ്സ് ഇൻ യുവർ ലിസ്റ്റ്. നിങ്ങൾക്ക് CV-യിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം. ഇപ്പം PhD സമയത്തും ഇതിനൊക്കെ ഓക്കെ ഇത് നിങ്ങൾക്ക് അറിയാം എന്നുള്ളൊരു ഇത് വരും. ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ PhD ഒബിയസ്ലി ഞാൻ MS thesis ഒക്കെ കഴിഞ്ഞ് PhD-ക്കാണ് ഇപ്പം തൽക്കാലം പ്ലാൻ ചെയ്യുന്നത്. ആസ്ട്രോയിൽ തന്നെ PhD ചെയ്യാനാണ് താല്പര്യം. ആസ്ട്രോയില്ല, പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ഒന്നും ഇപ്പൊ തീരുമാനമില്ല. 3rd year ആവുന്നല്ലേ ഉള്ളൂ. പെർട്ടിക്കുലർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും മിക്കവാറും. സ്റ്റെല്ലാർ ആസ്ട്രോഫിസിക്സ് ആയിരിക്കും. സ്റ്റാർസിലുള്ള എലമെന്റ്സിന്റെ അബണ്ടൻസും അതേപോലെ ഏത് ടൈപ്പ് സ്റ്റാർ ആണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിക്കുന്നതായിരിക്കും മിക്കവാറും എടുക്കാം. മോസ്റ്റ് പ്രോബബിൾ തീരുമാനിച്ചിട്ടില്ല. പുറത്ത് പോകണം എന്നാണ് ആഗ്രഹം. നടക്കട്ടെ. നിങ്ങൾ എന്റെ ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റുള്ള പരിപാടിയാണോ? വേറെന്തെങ്കിലും? ആസ്ട്രോ ലാബ്, ആസ്ട്രോ ബയോളജിക്ക് ലാബ് ഉണ്ട്. പിന്നെ ആസ്ട്രോഫിസിക്സ് ലാബ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ? ആസ്ട്രോഫിസിക്സ് ജനറലി ഇപ്പം ഈ കാലഘട്ടത്തിൽ ആസ്ട്രോഫിസിക്സ് ഇസ് മോസ്റ്റ്ലി കമ്പ്യൂട്ടേഷൻ. ശരിക്കും ഡാറ്റ അനാലിസിസ് ആണ് ആസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞ പേരിൽ അവന്മാർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മീം കണ്ടിട്ടുണ്ടോ? മറ്റേ പുറകിൽ ആസ്ട്രോഫിസിക്സ് പുറകിൽ ഡാറ്റ സയൻസ്, ഫ്രണ്ടിൽ ആസ്ട്രോഫിസിക്സ്. അതേപോലെയാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. ഒബ്സർവേഷണലായിട്ട് കുറവാണ് നമുക്ക്. ഇവിടെ ഇല്ല, ഐസർ പൂനെയിൽ ആസ്ട്രോയ്ക്ക് ഒരു പ്രൊഫസറേ ഉള്ളൂ. ആസ്ട്രോഫിസിക്സ് പെർട്ടിക്കുലർലി ഒരു പ്രൊഫസറേ ഉള്ളൂ. ബാക്കി 2 പേര് കോസ്മോളജി. അപ്പോൾ ഐസർ പൂനെ, ഐ വോണ്ട് സേ ആസ്ട്രോയ്ക്ക് ഇറ്റ്സ് റിയലി ഗുഡ്. ഇറ്റ്സ് നോട്ട് റിയലി ഗുഡ്. പക്ഷെ പൂനെന്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ വെരി നിയർ ടു ഐസർ പൂനെ ദർ ഇസ് അയൂക്ക, ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആസ്ട്രോഫിസിക്സ് ആൻഡ് കോസ്മോളജി. അപ്പോൾ അതിൽ നിന്നുള്ള ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഇസ് വെരി സ്ട്രോങ്. സോ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് റിയലി ഗുഡ് ഓപ്പർച്യൂണിറ്റി. ഇല്ല, എനിക്ക് ഐസർ പൂനെയില് ഉള്ള കാര്യം അറിയത്തുള്ളൂ. ബാക്കി ഐസറുകളിൽ ആസ്ട്രോയ്ക്ക് സ്പെസിഫിക് വലിയ ഇന്റേൺഷിപ്പിന് നോക്കിയ സമയത്ത് ലാബ്സ് ആയിട്ട് ഞാൻ നോക്കിയില്ല. പ്രൊഫസേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് ആസ്ട്രോയ്ക്ക്, എസ്പെഷ്യലി ഐസർ കൊൽക്കത്തയിൽ. ഇപ്പം ലൈഗോനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഗ്രാവിറ്റേഷണൽ വേവ്സ് അതിനെ കുറിച്ച്. അപ്പം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്രൊഫസർ ഉണ്ട് അവിടെ. പിന്നെ വേറെ ഐസർ കൊൽക്കത്തയിൽ തന്നെ 2-3 പ്രൊഫസേഴ്സ് ഉണ്ട്. നല്ല ആസ്ട്രോയിൽ ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ഉണ്ട്. ലാബ്സിന്റെ കാര്യം ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ബട്ട് പ്രൊഫസേഴ്സും അവരുടെ റിസർച്ച് സ്കോളേഴ്സും ഇതൊക്കെ നല്ല ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഐസർ കൊൽക്കത്തയിൽ കാണാൻ പറ്റും. പിന്നെ ഇൻ ജനറൽ ഫിസിക്സിന് നല്ലത് എന്ന് പറയുന്നത് ഐസർ കൊൽക്കത്ത. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇന്റേൺഷിപ്പിന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഐസർ കൊൽക്കത്ത മാത്രമായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് ആസ്ട്രോയ്ക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി. കാരണം പേപ്പറൊക്കെ വായിക്കുമ്പം ഏറ്റവും ആദ്യം കാണുന്നത് അവിടെയുള്ള ആ പുള്ളിക്കാരൻ്റെ പേരാണ് കാണുക. അപ്പോൾ അന്നേരം അങ്ങനെ മെയിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കണ്ടു, അങ്ങനെയൊക്കെയാണ്. IISc is really good as well. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് മോസ്റ്റ്ലി ഫോർ ബയോളജി. I'm not sure. ഞാൻ അത്ര നോക്കിയിട്ടില്ല. അവിടുത്തെ ഫാക്കൽറ്റി, അവിടുത്തെ ലാബ്സിനെ കുറിച്ച് ഞാൻ അത്ര നോക്കിയിട്ടില്ല. സോ I'm not that sure. യെസ്, ഒബ്വിയസ്ലി നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചെയ്യുന്ന അത്രയും നല്ലത്. ഇപ്പം നിങ്ങൾക്കൊരു ഫീൽഡ് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി എല്ലാം സെറ്റാണ്, നിങ്ങൾക്ക് ഇന്ന കോഴ്സ് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ടോപ്പിക് തന്നെ പഠിക്കണം എന്ന് ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ യു ഷുഡ് ലുക്ക് ഇൻ ടു ദ പ്രൊഫസേഴ്സ് ദാറ്റ് ആർ ടീച്ചിങ് ദ. പിന്നെ അതേപോലെ അവരുടെ എത്ര നല്ല പ്രൊഫസേഴ്സാണ്, എത്ര നല്ല ഒരു റിസർച്ച് കൾച്ചർ അവിടെ ഉണ്ട്, പിന്നെ എത്രമാത്രം ആക്റ്റീവ് ആണ് ആ ഒരു ഫീൽഡ്, ഇതൊക്കെ നോക്കണം. ഇതൊക്കെ നോക്കിയിട്ട് ഒരു ഐസർ സെലക്ട് ചെയ്യുന്നത് ഇസ് ദി ബെസ്റ്റ് ഓപ്ഷൻ, റൈറ്റ്?
ഇനിയിപ്പോൾ അല്ല അങ്ങനെ ഒരു പ്രിഫറൻസ് ഇല്ല എങ്കിൽ യു ഷുഡ് ഗോ വിത്ത് ദ മോസ്റ്റ് പ്രിഫേർഡ് ഐസർ ദാറ്റ് യു ഹാവ്. ഇപ്പം ഫോർ എക്സാമ്പിൾ വീടിൻ്റെ അടുത്താണ് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഐസർ ടി വി എം, ബയോളജിക്കൊക്കെ വേണമെങ്കിൽ ഐസർ ടി വി, ഐസർ പൂനെ, ഫിസിക്സ് വേണം ഐസർ കൊൽക്കത്ത, അങ്ങനെ അങ്ങനെ ഒരു പ്രയോറിറ്റി ഏകദേശം എല്ലാവരുടെ മൈൻഡിലുണ്ടാവും. അങ്ങനെ ഓ കുറേ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിവിടെ പറഞ്ഞ സംഭവമില്ല, ഇപ്പം ഞാനിവിടെ പറഞ്ഞ സംഭവത്തിൽ ലൈറ്റ് മാറ്റർ ഇൻട്രാക്ഷൻ ഇതൊക്കെ ക്വാണ്ടം മെക്കാനിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമല്ല. അപ്പം ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റീജിയനാണ്. പക്ഷെ ഞാൻ പഠിക്കുന്ന ഇപ്പോൾ ഈ സംഭവം എനിക്ക് അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഐ എം ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ഒബ്സർവ്ഡ് ഡാറ്റ ആൻഡ് ദെൻ കമ്പയറിംഗ് ഇറ്റ് വിത്ത് വാട്ട് ഐ ഹാവ് മീറ്റ്. പക്ഷേ യെസ്, അതിനൊരു പെർട്ടിക്കുലർ ഫീൽഡ് തന്നെ, ആസ്ട്രോ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞൊരു ഫീൽഡ് തന്നെയുണ്ട്. ഇങ്ങനെ സ്റ്റാർസിലും സംഭവങ്ങളിലൊക്കെ നടക്കുന്ന റിയാക്ഷൻസും സംഭവങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന, ക്വാണ്ടം മെക്കാനിക്കൽ ഇന്ററാക്ഷൻസും സംഭവങ്ങളൊക്കെ പഠിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഫീൽഡ് തന്നെയുണ്ട്. പുറത്തുനിന്ന് എടുക്കുന്ന കോഴ്സ് ഇൻ ദ സെൻസ് ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോഴോ? ഉണ്ടാവും. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് IIT മദ്രാസിൻ്റെ ഡാറ്റാ സയൻസ് കോഴ്സ് ചെയ്യുന്നുണ്ട്, BSMS ഓൺലൈനായിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ബെനിഫിറ്റ്സ് ഇൻ ദ സെൻസ് എനിക്ക് അതിൻ്റെ സ്പെസിഫിക്സ് അറിഞ്ഞൂടാ. അവിടെ അവന് എൻ്റെ ഫ്രണ്ട്സിന് അവിടെ ഇന്റേൺഷിപ്പും സംഭവങ്ങളും അവിടെ ഓഫേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഡാറ്റാ സയൻസ് ഈസ് എ വെരി മേജർ ടൂൾ. അപ്പം നിങ്ങൾ ഏത് ഫീൽഡാണോ ഇപ്പോൾ പഠിക്കുന്നത്, ഇപ്പോൾ ഡാറ്റാ സയൻസ് തന്നെ ആണെന്നില്ല, ഇപ്പോൾ ഏതാണ് നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുന്നത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായിരിക്കുമല്ലോ ഒബ്വിയസ്ലി ഇന്റേൺഷിപ്പിന് ചെയ്യാൻ പോകും. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഡാറ്റാ സയൻസ് പെർട്ടിക്കുലർലി പറയുമ്പോൾ ഐസർ പൂനെയിൽ ഡാറ്റാ സയൻസിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ nowadays science is just data analysis mostly. Physics എടുത്താലും, physics in the sense astrophysics എടുത്താലും it's just observing and making the best model. അതിന് data science is the tool that we use, right? അപ്പം ഏത് കോഴ്സാണോ നിങ്ങൾ ചെയ്യുന്നത് അതിന് ബെനിഫിറ്റ്സ് ഉണ്ടാവും if you choose internships accordingly. ഞാനിത് പറയട്ടായിരുന്നു. അങ്ങനെ ഒരു പ്രിഫറൻസ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ സമയത്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു ലിസ്റ്റായിരുന്നു കേട്ടോ. ഫിസിക്സ് പഠിക്കാൻ കൊൽക്കത്ത എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം, ഒന്ന് എൻ്റെ സീനിയേഴ്സ് എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്. ഫിസിക്സിന് ഐസർ കൊൽക്കത്ത ഭയങ്കര പ്രീമിയർ ആണെന്ന് പറഞ്ഞു. മോസ്റ്റ്ലി ബിക്കോസ് ഓഫ് ദീസ് പ്രൊഫസേഴ്സ്, ഇത്രയും കണക്ഷൻസ് ഉള്ള പ്രൊഫസേഴ്സ് ഉള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനെ സത്യത്തിലൊരു ലിസ്റ്റ് വെക്കാതിരിക്കുക. കാരണം ഐസർ എന്ന് പറയുന്നത് എല്ലാത്തിനും സത്യത്തിൽ ഏകദേശം ഒരേ സ്റ്റാൻഡേർഡ് തന്നെയാണ്. ഇന്ന ഐസറിനെക്കാട്ടും ബെറ്റർ ആണെന്നുള്ള ഒരു സംഭവമില്ല. NIRF റാങ്കിങ് പലതും പറയും. അത് ചിലപ്പം എന്താ പറയുക, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ ഏത് റീജിയൻ, ഇപ്പം റീജിയൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പം പൂനെ എന്ന് പറയുന്നത്, ഐസർ പൂനെ എന്ന് പറയുന്നത് പൂനെ സിറ്റീൻ്റെ ഭയങ്കര അടുത്താണ്. അപ്പം കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ഐസർ കൊൽക്കത്ത കുറച്ചും കൂടി ഉള്ളിലായിട്ടാണ്. സ്റ്റിൽ ഇതിൻ്റെ രണ്ടിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഈസ് ദ സെയിം, ദർ ഇസ് നോ ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന ഐസർ എന്നൊന്നുമില്ല. ഏത് ഐസറാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ആഫ്റ്റർ ഇതിനെക്കുറിച്ചൊക്കെ നോക്കിയിട്ട്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഫീൽഡ് നോക്കുക. അതിനകത്ത് ആ ഫീൽഡിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന പ്രൊഫസർ അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുന്ന റിസർച്ച് നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, ഏത് ഐസറിലാണ് ഇതിന് ഊന്നി ചെയ്യുന്ന ഐസർ ഏതാണോ അത് സെലക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അങ്ങനെ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി മറ്റേ വീഡിയോ ചെയ്തവര്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐസർ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി പറയുന്നു. നിങ്ങൾ ഫുൾ ടൈം ഇരുന്ന് പഠിത്തമല്ല, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, ഭയങ്കര ഹെൽത്തി കോമ്പറ്റീഷനാണ്, നല്ല ഹെൽത്തി കോമ്പറ്റീഷനാണ്, നല്ല ഒരു റിസർച്ച് കൾച്ചർ ഉണ്ട്. പിന്നെ മോസ്റ്റ്ലി ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. വേറെ അങ്ങനെ വലിയ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി പറയാൻ മാത്രമൊന്നുമില്ല. അത് ചിലപ്പോൾ ഞാൻ ഓൾറെഡി ഐസറിൽ നിന്ന് വന്നുകൊണ്ട് തോന്നുന്നതായിരിക്കും എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസം പറയാൻ പറ്റുന്നില്ല എനിക്ക്. പക്ഷേ ഫുൾ ടൈം പഠിത്തം മാത്രമല്ല, ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഉറക്കമൊഴിഞ്ഞ കുറേ രാത്രികളുണ്ടാവും, പ്രൊജക്റ്റും സംഭവങ്ങളൊക്കെ ആയിട്ട്. കോഴ്സ് വർക്ക് ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഹെവി, ഡിഫിക്കൾട്ട് അല്ല, കുറച്ച് ഹെവി ആയിരിക്കും ആദ്യത്തെ കുറച്ച് നാൾ.
പിന്നെ യു വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇഷ്ടപ്പെടാത്തതാ? ഫുൾ ക്യാമ്പസിലോ? ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഇഷ്ടപ്പെടാത്തത് ഇല്ല, അങ്ങനത്തെ പ്രശ്നം കമ്മ്യൂണിറ്റി പ്രശ്നങ്ങളൊന്നുമില്ല. ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ട്, ഒരൊറ്റ കാര്യം. എന്താ വെച്ചാൽ ചില പ്രൊഫസേഴ്സിന് മര്യാദയ്ക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അത് ഞങ്ങളിന്ന് ഞാൻ സാർ ഇന്ന് വണ്ടിയിൽ വരുന്ന സമയത്ത് പറഞ്ഞായിരുന്നു, ബെഞ്ചീന്ന് ബെഞ്ചീന്ന് പറയാം. അങ്ങനെ വെച്ചാൽ ഒരു പ്രൊണൗൺസിയേഷൻ ഇഷ്യൂ അല്ലെങ്കിൽ സ്ലാങ്ങിന്റെ പ്രശ്നം, അല്ലാണ്ട് വേറെ ഇംഗ്ലീഷ് തന്നെയുള്ളൂ. കാരണം ഓൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരല്ലോ, ഇത്രയും ഡിഫറെന്റ് കൾച്ചേഴ്സ്, ഇത്രയും ഡിഫറെന്റ് ലാംഗ്വേജസ് വരുന്നത്. സോ ഇംഗ്ലീഷ് ഡെഫിനറ്റ്ലി ഇഷ്ടം പോലെ ഉണ്ട്, കുറച്ചധികമാണ് സത്യത്തിൽ. മലയാളികളെ തട്ടി അവിടെ നടക്കാൻ പറ്റത്തില്ല, മര്യാദയ്ക്ക് വേണ്ടതൊന്നും തുറന്നങ്ങ് പറയാൻ പറ്റത്തില്ല ചില സമയത്തൊന്നും. അപ്പോ മലയാളം ഉണ്ട് നല്ല. നെക്സ്റ്റ് ഇയർ അല്ല, ഈ ഓഗസ്റ്റില് ഓണം സെലിബ്രേഷന്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം അതിന്റെ പൂക്കളത്തിന്റെ ഡിസൈൻ എന്താവെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒച്ചപ്പാട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള സെലിബ്രേഷൻസ് നമ്മൾ കൾച്ചറൽ ആയിട്ടുള്ള ഓരോരോ കൾച്ചേഴ്സിന്റെ ഓരോരോ ഡിഫറെന്റ് സ്റ്റേറ്റ്സിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇങ്ങനത്തെ സെലിബ്രേഷൻസ് ഒക്കെ എല്ലാം അവിടെ സെലിബ്രേറ്റ് ചെയ്യും. ഇപ്പോൾ ഓണം കഴിഞ്ഞ പ്രാവശ്യം 4 ദിവസത്തെ സെലിബ്രേഷൻ ആയിരുന്നു ഓണം. ഇപ്രാവശ്യം 2 ഉണ്ടാവുള്ളൂ മിക്കവാറും. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല എന്താ കൾച്ചറൽ ആക്ടിവിറ്റീസും സംഭവങ്ങളൊക്കെ നല്ല ആക്ടിവിറ്റി. ഐസറിന് തന്നെ ഒരു സ്പെസിഫിക് കലണ്ടർ ഉണ്ട്. ഐസറിന്റെ ഒരു കാര്യം, ഓണത്തിന് സ്പെസിഫിക് ലീവ് ഒന്നുമില്ല, പക്ഷേ ഐസറിന് സ്പെസിഫിക് ആയിട്ട് ഒരു കലണ്ടർ ഉണ്ട്. ഇന്ന കലണ്ടർ തന്നെയാണ് ഫോളോ ചെയ്യുക. പിന്നെ വേറെ ലീവിന്റെ കാര്യം, 3 മാസം വെക്കേഷൻ ഉണ്ട്. ഐസറിൽ കയറിയാൽ നിങ്ങൾക്ക് 3 മാസം വെക്കേഷൻ അടിപൊളിയായിട്ട് ആസ്വദിക്കാം. സമ്മർ വെക്കേഷൻ, വിന്റർ വെക്കേഷൻ 1 മാസം ഡിസംബറിൽ, ആൻഡ് 4 months ഒരു സെമസ്റ്റർ. വെക്കേഷൻ ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ സെമസ്റ്റർ പ്രോജക്റ്റ് എടുക്കാം. സെമസ്റ്റർ പ്രോജക്റ്റ് ആ ഒരു സെമസ്റ്ററിൽ നിങ്ങളുടെ കോഴ്സ് വർക്കിന്റെ കൂടെ നിങ്ങളുടെ ഒരു പ്രൊഫസറിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നൊരു പ്രോജക്റ്റ് വേണമെങ്കിൽ എടുക്കാം. ഇങ്ങനെ രണ്ടുണ്ട് സെമസ്റ്റർ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് റെക്കമെൻഡേഷൻ. ലൈക്ക് നിങ്ങൾ എന്ത് വർക്ക് റിസർച്ച്, നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ഫീൽഡ് എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ ഒരു പ്രൊഫസറിനെ കൊണ്ട് പറ്റുകയാണെങ്കിൽ, ലൈക്ക് ആ ഒരു ഫീൽഡിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഫസർ നിങ്ങൾക്ക് ഒരു റെക്കമെൻഡേഷൻ തന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് അബവ് ഓൾ ഗ്രേഡ്സ് എവറിത്തിങ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്തോ നോ, ഈസിലി കിട്ടത്തില്ല, ഒട്ടും കിട്ടത്തില്ല. സോപ്പിട്ടിട്ട് കാര്യമില്ല, പണിയെടുക്കണം. ഉണ്ട്. സ്കൂൾ നേരത്തെ പറഞ്ഞ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രമാത്രം മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നല്ല, നിങ്ങൾക്ക് എത്രമാത്രം എന്താ പറയുക ഈ സംഭവങ്ങളൊക്കെ അറിയാമെന്നല്ല അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവർ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഇതിന്റെ കോൺസെപ്റ്റ് നന്നായിട്ട് അറിയാം, ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ഏറ്റവും ചുരുങ്ങിയ ടൈമിൽ സോൾവ് ചെയ്യാൻ പറ്റുക. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ഒഴിവാക്കുക. കാരണം അത് അറ്റംപ്റ്റ് ചെയ്ത് വെറുതെ നെഗറ്റീവ് അടിക്കുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും നല്ലതാണല്ലോ അത് ഒഴിവാക്കുന്നത്. അപ്പോൾ ടൈം മാനേജ് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കി അതിൽ ഒരു ക്വസ്റ്റിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുക, ഈ ഉള്ള സ്കിൽസ് ആണ് സത്യത്തിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇൻ ജനറൽ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്കൂളിൽ ആവറേജ് ആവുക, അല്ലെങ്കിൽ സ്കൂളിൽ ബിലോ ആവറേജ് ആവുക, അല്ലെങ്കിൽ സ്കൂളിൽ ടോപ്പർ ആവുക, ഇറ്റ് ഡസൻറ്റ് മാറ്റർ അറ്റ് ഓൾ. നിങ്ങൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി എത്രമാത്രം പ്രിപ്പയർ ചെയ്യുന്നു അനുസരിച്ചിരിക്കും. ഐസറിൽ കുറേ പേരുണ്ട് മാത്സ് ഭയങ്കര വീക്കായിട്ടുള്ള, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. മാത്സ് വീക്കായിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് നന്നായി തന്നെ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് തറവാക്കി എടുക്കും. കാരണം ഐസറിൽ ഫസ്റ്റ് 2 ഇയറിൽ മാത്സ് അത്യാവശ്യം തന്നെ ഹെവി ആയിട്ട് തന്നെ പഠിപ്പിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഇയേഴ്സിലേക്ക് വേണ്ട മാത്സ് അവർ ബേസിക്സ് തരും. പക്ഷെ എന്നാലും അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഈ സ്കൂൾ ടൈമിലുള്ള +1 +2 ഉള്ള മാത്സ് നല്ല തറവായിരിക്കും. അത് ഈ ഒരു വർഷം നന്നായിട്ട് പഠിച്ചോളാം. മാത്സ് ഒട്ടും ഒഴിവാക്കരുത്. പരമാവധി എല്ലാ കോൺസെപ്റ്റ്സും ഇൻ ഡെപ്ത് തന്നെ പഠിക്കുക. അതിന്റെ കാര്യം ബെഹ്റാംപൂർ കുറച്ചും കൂടി പുതിയ അടുത്ത് റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഐസർ. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ആയി വന്നിട്ടുണ്ട് അല്ലേ?
അത് വന്നിട്ടുണ്ട് തോന്നുന്നു, എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റെഡിയായി വരുന്നുള്ളൂ. പൂനെ ആൻഡ് കൊൽക്കത്ത ഓൾമോസ്റ്റ് സെയിം ടൈമിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്, 2007 ആണെന്ന് തോന്നുന്നു, ആ ഒരു സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓൾസോ ഇതിന്റെ NIRF മോസ്റ്റ്ലി എല്ലാവരും ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം പോയി ചെക്ക് ചെയ്യുന്ന NIRF റാങ്കിങ്. ഇതിനകത്ത് നോക്കുമ്പോൾ പൂനെയാണ് ഹയസ്റ്റ് വരുന്നത് റാങ്കിങ്. ഐസസിന്റെ റാങ്കിൽ നോക്കുമ്പോൾ NIRF റാങ്കിൽ പൂനെയാണ് ആദ്യം വരുന്നത്. IISc പൂനെ, കൊൽക്കത്ത, മൊഹാലി, അങ്ങനെ ഒരു ഇതാണ്. അത് കാരണം എല്ലാവരും ചാടിക്കയറി സെലക്ട് ചെയ്യുന്നത് പൂനെ ആയതുകൊണ്ട് ഇങ്ങനെ വരും ഈ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള പ്രശ്നം, ഈ ഒരു വേരിയേഷൻ. പക്ഷെ അതിന്റെ കാര്യം ഈ ഒരു ഫാക്ട് ഇതുവരെ എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. എല്ലാ ഐസേഴ്സിന്റെയും റിസർച്ച് സ്റ്റാൻഡേർഡ് ഓൾമോസ്റ്റ് സെയിം ആണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടുള്ള ആ ഒരു ഇഷ്യൂ ആണ് ഇപ്പൊ ഈ വരുന്നത്. സത്യത്തില് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും ഒരു ഫീൽഡ് സെർച്ച് ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു ഓൾമോസ്റ്റ് ഈക്വൽ വെയിറ്റേജ് തന്നെ വരേണ്ടതാണ്. അപ്പം നല്ല ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു. താങ്ക്സ് ഫോർ യുവർ കോർപ്പറേഷൻ. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. എനിക്ക് ലാസ്റ്റ് ഇയർ ഞാൻ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്പറിൽ തന്നെ. അപ്പം എനിക്ക് ഹിസാന എന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതിനെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ചേച്ചി TVM ആയിരുന്നു. എനിക്ക് അവിടത്തെ കുറച്ച് കാര്യങ്ങൾ അറിയാം. പൂനെന്ന് ഒരാള് ഫസ്റ്റ് ടൈമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴും ചേട്ടൻ മെന്റർ ആയിരുന്നു. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് പേര്. അപ്പൊ നല്ലൊരു സെഷൻ ആയിരുന്നു. എനിക്ക് പേഴ്സണലി കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം കുറെ കാലമായിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ട്. കുറെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ നേരിട്ട് അറിയുമ്പോൾ ഒരു ഡിഫറൻസ് ആയിരിക്കുമല്ലോ. അങ്ങനെ എനിക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫിസിക്സ് പേഴ്സണലി പറയുകയാണെങ്കിൽ എന്റെ ഫേവറേറ്റ്. ഞാനൊരു ബയോ ഫേവറേറ്റ്. ഞാൻ നേരത്തെ ബയോ ഫേവറേറ്റ് അല്ലാതെ പറഞ്ഞതിന്റെ ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ക്ലാസ് അംസ്ലാൽ സാർ എടുത്തു. അപ്പം മെല്ലെ ഇഷ്ടമായി വരുന്നുണ്ട്. അറിയില്ല, 1 year കഴിയുമ്പോഴത്തേക്ക് നോക്കാം. പിന്നെ ഇപ്പൊ എടുത്തതാണെങ്കിലും എനിക്ക് പറഞ്ഞു തന്നതാണെങ്കിലും കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലായി. പിന്നെ ആ ഒരു ലോ ഓഫ് കൺസർവേഷൻ ആരും ഞാൻ ചിന്തിക്കാത്തയായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യം കൂടുതൽ ചിന്തിക്കുമല്ലോ, പഠിച്ചു പോകുമല്ലോ. ഞങ്ങള് ഫിസിക്സിൽ പഠിക്കും, പക്ഷെ മാർക്ക് കിട്ടും എന്നങ്ങനെ കൂടുതൽ ചിന്തിക്കില്ല. അപ്പൊ ഇത് നല്ല രസം ഉണ്ടായിരുന്നു. താങ്ക് യു പൂനെന്ന് വന്ന് നമുക്ക് ഇത്രയും നല്ല നിങ്ങളെ ഇവിടെ നിന്നേന്.